ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനും സിനൂട്ടിയും കൂടെ ഇപ്പോൾ അമ്പിളീനെ മദ്രസയിൽ നിന്ന് കൂട്ടാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അത് ഇന്ന് സൺഡേ ആണ്. സിനൂട്ടിക്ക് ഗിറ്റാർ ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഒരുമിച്ച് പുറത്തിറങ്ങുന്ന ദിവസമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നത്തെ ദിവസം ഒന്ന് ചില്ലടിച്ച് മക്കളെയും കൊണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും വയനാട്ടിൽ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കാണാമെന്ന് കരുതി. അപ്പോൾ താത്തനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ, ആനൂട്ടനും താത്തയുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്ലവർ ഷോന് എല്ലാവരും പോയോ? പോകാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ, നല്ല അടിപൊളിയാണ്. ഒരുപാട് എല്ലാ വർഷത്തെ പോലെ ഒരുപാട് സ്പേസിലല്ല, ഒരു ചെറിയൊരു സ്പേസിലാണ്. എന്നാലും ഉള്ളത് നല്ല വൃത്തിയായിട്ട് പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാൻ പറ്റിയൊരു രീതിക്കാണ് കേട്ടോ പ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാണാത്ത ഒട്ടേറെ പുതുമകളോടെ അതിശയകരമായ കൽപ്പറ്റ 31 വരെ. ഐസ്ക്രീം കഴിക്കാൻ പോണേ. എരിവുണ്ട്. ഫ്ലേവർ എന്താ? ഫ്ലേവർ ഉണ്ട്, എരിവുണ്ട്. ഒരു പെപ്പർ പറയും. അപ്പോൾ അതാ ഇത്ര വരെയാണ് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ കാണാനുള്ള. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീമും അങ്ങനെയുള്ള സ്വീറ്റ് കോൺ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ ഒരുപാട് സ്റ്റാളുകൾ. നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും കേട്ടോ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള റെയറായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. ഇത് വായിച്ച് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി, അതിന്റെ ഫീൽ അറിയാൻ പറ്റും.
ഇത് പല്ലിയും പാറ്റയും പോകുന്ന കേട്ടോ. ഗൾഫിലെല്ലാം ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെ. പാൽപ്പൊടിയിൽ ചേർത്തേക്കുന്ന ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു പീസ് ഇട്ട് ചുക്ക പേക്ക് ഇതെന്നതാ വലുതുണ്ടാ റെഡ് വേണം. അല്ല ഇത് പിങ്ക് വേണം. സ്മെല്ല് സ്റ്റീലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പർപ്പസ് പോലെ നീട്ടി സ്റ്റെപ്പായിട്ട് നീട്ടിയാൽ ഇനി അതേപോലെ തന്നെ തിരിച്ചു കയറ്റി കൊടുക്കാം. അപ്പം നല്ല ലൈഫ്. അപ്പോൾ ഇതാ ഈ ഒരു ഏരിയയിൽ നിന്ന് അങ്ങോട്ട് പിന്നെ ഫുഡ് സ്റ്റാളുകളാണ് കേട്ടോ. പക്ഷേ പണ്ടത്തെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നതിൻ്റെ പകുതി ഇല്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അതിന് ചെറിയൊരു ഏരിയയിൽ പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാം കേട്ടോ. അതുകൊണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാം. ഒരുപാട് ടൈം അതിൻ്റെ ഉള്ളിൽ പോവില്ല. അപ്പോൾ ഇതാ ഇങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് കുറേ ഉണ്ട് കേട്ടോ. പൊട്ടറ്റോ ചിപ്സ്, പിന്നെ നമ്മുടെ ഈ പാനിപ്പൂരി, ബേൽപൂരി അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പാനിപ്പൂരി ട്രൈ ചെയ്തു, ഈ പൊട്ടറ്റോ ഫ്രൈ ട്രൈ ചെയ്തു, കോളിഫ്ലവർ ഫ്രൈ ട്രൈ ചെയ്തു, പിന്നെ ഒരു ഡ്രിങ്ക് ഫ്രഷൻ ഫ്രൂട്ട് ലൈം എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ കാലിക്കറ്റ് ബീച്ച് സൈഡിൽ നിന്നൊക്കെ ഓരോരുത്തർ കഴിക്കുന്ന റീലൊക്കെ കണ്ടിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പാനിപൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പണ്ട് ഞാൻ കോഴിക്കോട് ബീച്ചിൽ നിന്ന് കഴിച്ച ടേസ്റ്റ് പിന്നെ എനിക്ക് എവിടെ നിന്ന് കഴിച്ചും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് പോയി കഴിക്കണം. അവിടെ തന്നെ പോയി കഴിക്കണം എനിക്ക്. ഇത് ഇവിടെ നല്ല കഴിക്കട്ടെ. വേറൊരു സ്ഥലത്തുണ്ട് ഇത് മറ്റേ കോഴിക്കോട് ബീച്ചിൽ എന്തുണ്ട് ഇതിനേം കടിയാണ് ടേസ്റ്റ്. അതിങ്ങനെ അതിൽ ഇതൊക്കെ ഇടും, ചാട്ട് മസാല
ഇവിടുന്ന് അങ്ങോട്ടാണ് റൈഡുകളും ഗെയിംസ് അല്ല കേട്ടോ. ഇങ്ങനെയുള്ള കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. ഈ ബോൾ എറിഞ്ഞിട്ട് ഗ്ലാസ് തട്ടി വീണ് കഴിഞ്ഞാൽ പ്രൈസ്, അങ്ങനെയുള്ള കുറേയൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. എനിക്കിതിനോട് തീരെ താല്പര്യമില്ല, വെറുതെ ക്യാഷ് കളയാന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇവർക്ക് ഇതാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ്. 3 ആൾക്കും 4 ആൾക്കും. ഇവർ കുറേ ഈ ഗൺ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം കളിച്ച് കുറേ പൈസ കളഞ്ഞു കേട്ടോ. കുറേയൊക്കെ ശിക്കാരിയായിട്ട് ഇവർക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. അതിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഞാൻ എടുക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട്? ഇത് വെറുതെ ഇട്ടാൽ സമ്മാനം എന്തായാലും ഉറപ്പാ. അപ്പോൾ യന്ത്രൂഞ്ഞാലിൽ കയറണം എന്നൊക്കെ വാശി പിടിച്ച് വന്ന അമ്പറിക്ക് ഇതോടുകൂടെ മതിയായിട്ടോ. അമ്പറി ഈ ഒരൊറ്റ ഗെയിമിലും കയറി. പിന്നെ അപ്പുറത്തൊരു സ്ലൈഡിങ് റൈഡ് ഉണ്ടായിരുന്നു, അതിലും കയറി. ഇവർ രണ്ടുപേരും ഇപ്പോൾ കണ്ടതിലും കയറി. പിന്നെ ആ ഒരു ഊഞ്ഞാലുണ്ടല്ലോ അതിലും കയറി കേട്ടോ. അപ്പോൾ അതോടുകൂടെ എൻ്റെ ഫോണും സ്വിച്ച് ഓഫായി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം.